Dear students, McClelland's need for achievement theory ആണ് ഇനി പറയാനുള്ളത്. നമ്മൾ നേരത്തെ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി പറഞ്ഞു കഴിഞ്ഞല്ലോ. രണ്ടാമതുള്ള തിയറിയാണ് McClelland's need for achievement theory. According to David McClelland, regardless of culture or gender, people are driven by three motives: achievement, affiliation, power. മോട്ടിവേഷൻ തിയറീസിൽ രണ്ട് തിയറീസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, രണ്ടാമത് മക്ലെലാൻഡ്സ് നീഡ് ഫോർ അച്ചീവ്മെന്റ് തിയറി. നീഡ് ഫോർ അച്ചീവ്മെന്റ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മക്ലെലാൻഡ് എന്നുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് മക്ലെലാൻഡ്സ് നീഡ് ഫോർ അച്ചീവ്മെന്റ് തിയറി എന്ന് പറയുന്നത്. മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയിൽ 5 നീഡ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഇവിടെ 3 നീഡ്സ് ആണ് പറയുന്നത്. Need for achievement, need for affiliation, need for power. അത് എല്ലാവരുടെയും കാണുന്ന, regardless of culture or gender, എല്ലാ കൾച്ചറിലും എല്ലാ ജെൻഡറിലും മെയിൽ ആയാലും ഫീമെയിൽ ആയാലും എല്ലാവരിലും കാണുന്ന മോട്ടീവ്സ് ആണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ: അച്ചീവ്മെന്റ്, അഫിലിയേഷൻ, പവർ. ഇനി ഓരോന്ന് ഡീറ്റെയിൽഡ് ആയി നോക്കാം. Achievement. The need for achievement refers to take responsibility for finding solutions to problems, set goals, and get feedback on levels of success. McClelland found that people with a high need for achievement perform better than those with a moderate or low need for achievement. നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ആഗ്രഹമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സക്സസ് ഉണ്ടാവണം. അപ്പൊ അതിനായിട്ട് കുറെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അതുപോലെ പ്രശ്നങ്ങൾ വന്നാൽ പരിഹരിക്കുക, ലക്ഷ്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോ തവണ സക്സസ് ഉണ്ടാകുമ്പോഴും അതിന്റെ ഫീഡ്ബാക്ക് നോക്കും, ആളുകൾ എന്ത് പറയുന്നു, അതായത് എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. പബ്ലിക് ഒപ്പീനിയൻ അല്ല, നമ്മൾ തന്നെ. ഇപ്പൊ നമ്മളുടെ റിസൾട്ട് നോക്കുമ്പോൾ എത്ര പെർസെന്റേജ് നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു, അപ്പോൾ അങ്ങനെ നമ്മൾക്ക് എത്രയാണ് നമ്മൾ നേടാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ നോക്കും. അത് കൂടുന്തോറും നമ്മൾക്ക് സന്തോഷമാണ്. അപ്പൊ അതാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. കുറെ നേട്ടങ്ങൾ കൊയ്യാനുള്ള ആഗ്രഹം, അതാണ് അവിടെ പറയുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഹൈ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ള ആളുകൾക്കായിരിക്കും കൂടുതലായിട്ട് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിയുക. അതേസമയം മോഡറേറ്റ് ഓർ ലോ നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ള ആളുകൾക്ക്, കുറച്ച് നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉള്ളൂ എങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് എപ്പോഴും അറിയാലോ, വലിയ വലിയ ആഗ്രഹങ്ങൾ വേണം, വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം, എന്നാലാണ് നമ്മൾ അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. അല്ലാതെ ഒരു ആഗ്രഹവും ഇല്ലാതെ ഒരു സ്വപ്നവും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും ഒരു നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. നല്ല സക്സസ് ഉണ്ടാവണമെങ്കിൽ, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ടുള്ള നീഡ് ഫോർ അച്ചീവ്മെന്റ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, അഫിലിയേഷൻ. The need for affiliation is defined as a desire to establish and maintain friendly and warm relations with other people. ഇവിടെ പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട്, നമുക്കറിയാം മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ഇടപഴകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, വാം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കും. ആ ആവശ്യത്തിനെയാണ് നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ള ആളുകളുമായി ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, വാം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ആഗ്രഹം. അപ്പൊ അങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനും നല്ല റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാനുമുള്ള ആഗ്രഹത്തിനെയാണ് നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല. എപ്പോഴും ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ കൂടുതൽ ആളുകളുമായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്യാനും അവരുമായിട്ട് ഇടപഴകി നല്ല രീതിക്ക് കൊണ്ടുപോകാനുമായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക. നെക്സ്റ്റ്, പവർ. The need for power is concerned with making an impact on others, the desire to influence others, the urge to change people, and the desire to make a difference in life. People with high need for power are people who like to be in control of people and events. These result in ultimate satisfaction to man. ഇവിടെ പറയുന്നത്
ഈ പറഞ്ഞ പോലെ പവർ നേടാനുള്ള ആഗ്രഹം, അധികാരം നേടാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. അതായത് നമ്മൾ മറ്റുള്ളവരെ സ്വാധീനിക്കുക, അതുപോലെ തന്നെ അവരെ മാറ്റിയെടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറ്റി മറിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതായത് എല്ലാ രീതിയിലും നമ്മൾ അധികാരപരമായിട്ട് നമ്മൾ തന്നെ തീരുമാനിക്കുന്നു, നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ എല്ലാ രീതിയിലും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ആ ഒരു അധികാരത്തിന്റെ ബലത്തിൽ കാര്യങ്ങൾ ചെയ്യുക. അത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മറ്റുള്ളവർ പറഞ്ഞത് ഇങ്ങനെ അനുസരിക്കാനല്ല, അനുസരിക്കണം, പക്ഷെ അനുസരിക്കുന്നതിനപ്പുറം ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ, നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ എല്ലാം നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ കൂടി, നമ്മുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കപ്പെടണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കും. എന്തുകൊണ്ടാണെന്ന് കരുതിയാൽ എപ്പോഴും മറ്റുള്ള ആളുകളിൽ അനുസരിച്ച് അടിമകളായിരിക്കുക, അത് ഒരു കുറെ കാലമൊക്കെ അങ്ങനെ പോകും. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ പുറത്തു വരും. എല്ലാ രീതിയിലും നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മറ്റുള്ള ആളുകളിൽ കൂടി സ്പ്രെഡ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ആ ഒരു നീഡാണ് നീഡ് ഫോർ പവർ എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ പീപ്പിൾ, ഈവൻസ്, അങ്ങനെ എല്ലാ രീതിയിലും അങ്ങനെ അവരുടെ കൺട്രോള് മൊത്തം മറ്റുള്ള ആളുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഒരു ഘട്ടം എത്തുമ്പോൾ അങ്ങനെ അതിനായിട്ട് നമ്മൾ ആഗ്രഹിക്കും. അവര് നമ്മളെ പറയുന്ന പോലെ അവരനുസരിക്കണം എന്ന് നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവർ മാറണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ നീഡ് ഫോർ പവർ ഉള്ളത് കൊണ്ടാണ്. നമ്മളുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ എല്ലാവരിലും സ്പ്രെഡ് ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹമാണത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ്. നമ്മൾക്ക് വളരെയധികം സംതൃപ്തി തരുന്ന കാര്യമാണ്. എന്റെ ഇഷ്ടപ്രകാരം ഉള്ള വീട്ടിൽ ഞാൻ ജീവിക്കുന്നു, എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എല്ലാം ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് വേണ്ടത്? ആ ഒരു ഫ്രീഡം, ആ ഒരു കംപ്ലീറ്റ് ഫ്രീഡം നമ്മളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നമ്മൾക്ക് ആരുടെയും നിർബന്ധ പ്രകാരമല്ലാതെ തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ആ ഒരു പവർ അവിടെ കാണാനായിട്ട് കഴിയും. അപ്പൊ ഇത് അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ്. മെക്ലെലാൻഡിന്റെ നീഡ് ഫോർ അച്ചീവ്മെന്റ് തിയറിയിലെ 3 നീഡ്സിനെ കുറിച്ചാണ് പറയുന്നത്: അച്ചീവ്മെന്റ്, അഫിലിയേഷൻ, പവർ. നെക്സ്റ്റ് ഒരു അസസ്മെന്റ് ആക്ടിവിറ്റി ആണ്. All of you are familiar with the story of Abraham Lincoln. At the age of 7, a young boy and his family were forced out of their home. The boy had to work to support his family. At the age of 9, his mother passed away. When he grew up, the young man was keen to go to law school but had no formal education. At 22, he lost his job as a store clerk. At 23, he ran for state legislature and lost. The same year, he went into business. It failed, leaving him with a debt that took him 17 years to repay. At 27, he had a nervous breakdown. 2 years later, he tried for the post of speaker in his state legislature. He lost. At 31, he was defeated in his attempt to become an elector. By 35, he had been defeated twice while running for Congress. Finally, he did manage to secure a brief term in Congress, but at 39, he lost his re-election bid. At 41, his 4-year-old son died. At 42, he was rejected as a prospective land officer. At 45, he ran for the Senate and lost. 2 years later, he lost the vice presidential nomination. At 49, he ran for Senate and lost again. At 51, he was elected the President of the United States of America. What were the factors motivated Abraham Lincoln? Did he set a goal in his life? അബ്രഹാം ലിങ്കന്റെ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒരുപാട് തോൽവികൾക്ക് ശേഷമാണ് അദ്ദേഹം USA പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഒരുപാട് ഫീൽഡുകളിലോട്ട് നോക്കി, എന്നിട്ടും ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു പാഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ്. അങ്ങനെ അവസാനം അവർക്കത് നേടാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. നമ്മൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും നേടാനായിട്ട് കഴിയുകയുള്ളൂ. ഇന്റേണൽ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. നമ്മൾക്കത് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം, ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കാര്യത്തോടുള്ള അതിയായ താല്പര്യമാണ് നല്ല രീതിയിൽ അത് സക്സസ്ഫുൾ ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നത്.
അപ്പൊ അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവണം, അത് നേടാനായിട്ടുള്ള മോട്ടിവേഷൻ ഉണ്ടാവണം. അങ്ങനെ എപ്പോഴും അതിനായി ശ്രമിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആളുകൾ ഈ പറഞ്ഞ പോലെ പല ഓഫറുകൾ നൽകുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവും. അതിനപ്പുറം നമ്മളുടെ ഇന്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ് ആവശ്യം, സ്വയം നമ്മൾക്ക് ഉള്ളിൽ ഉണ്ടാവുന്ന മോട്ടിവേഷൻ. മോട്ടിവേഷൻ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം, എക്സ്റ്റേണൽ എന്നും ഇന്റേണൽ എന്നും. എക്സ്റ്റേണൽ മോട്ടിവേഷൻ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, ആ ഒരു കാര്യം ഇപ്പോൾ നമ്മൾ നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ അച്ഛനോ അമ്മയോ എന്തെങ്കിലും ഗിഫ്റ്റ് തരാന്ന് പറയുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ബൈക്ക് വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള മൊബൈൽ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറയുമ്പോൾ അത് നേടാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അത് പുറമെ അതിനെക്കാട്ടിയും എഫക്റ്റീവ്നെസ് കൂടുതലായിട്ടുള്ളതാണ് ഇന്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വയം അറിഞ്ഞ് മനസ്സിലാക്കി എനിക്ക് വേണമെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ച് മാർക്ക് വാങ്ങുകയാണ്. അപ്പോൾ അത് സ്വയം നമ്മൾക്ക് തോന്നുന്നതാണ്, ആരും നമ്മളുടെ മുന്നിൽ ഓഫർ ഒന്നും തരുന്നില്ല. അതിനപ്പുറം നമ്മൾക്ക് വേണമെന്ന് സ്വയം ചിന്തയോടെ പഠിക്കുന്നതാണ്. അപ്പോൾ ഏത് കാര്യം നേടാനായി ശ്രമിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾക്ക് സ്വയം തോന്നി ചെയ്യുമ്പോഴാണ് അതിന് കൂടുതലായിട്ടുള്ള ഫലം ലഭിക്കുക. അപ്പം മോട്ടിവേഷൻ ഇല്ലാതെ നമ്മൾക്ക് ഒരിക്കലും ഒരു കാര്യവും നേടാനായിട്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലും അത് സക്സസ് ആവില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ ഒരു താല്പര്യവും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുകയല്ല വേണ്ടത്. ഒരു ലക്ഷ്യം വേണം, അതുപോലെ തന്നെ അത് നേടാനായിട്ടുള്ള മോട്ടിവേഷൻ നമ്മൾ സ്വയം ഈ പറഞ്ഞ പോലെ ഉള്ളിൽ നിന്നുള്ള ഇന്നർ മോട്ടിവേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. താങ്ക് യു.